നമസ്കാരം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, അതോ രണ്ടിന്റെയും കൂടി ചേർന്ന വ്യക്തിത്വമാണോ? ഇന്ന് മനുഷ്യരിലെ വിവിധ പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം ഏതാണെന്ന് കണ്ടെത്താം. ആദ്യം നമുക്ക് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. ഇൻട്രോവേർട്ട് ആയ ആളുകൾ സാധാരണയായി ഒറ്റയ്ക്കുള്ള സമയത്തിൽ നിന്നാണ് ഊർജം കണ്ടെത്തുന്നത്. അതായത് അവർക്കൊന്ന് എനർജറ്റിക് ആകണമെങ്കിൽ, ചാർജ് ആകണമെങ്കിൽ അവര് ഒറ്റയ്ക്കിരിക്കണം. അവർ കൂടുതൽ കേൾക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. വലിയ ഗ്രൂപ്പിനെക്കാട്ടിലും ചെറിയ രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ഗ്രൂപ്പുകളിൽ സുരക്ഷിതരായിരിക്കും. ഇവർക്ക് ഡീപ്പ് ആൻഡ് ലോങ് കോൺവെർസേഷൻസ് ആണ് ഇഷ്ടം. ഇവർക്ക് സൗഹൃദങ്ങൾ പൊതുവെ കുറവായിരിക്കും. ഉള്ള സുഹൃത്തുക്കളുമായി വളരെ ആഴത്തിലുള്ള ബന്ധം സൂക്ഷിക്കുന്നവരാണ്. സ്വന്തം ചിന്തകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ് ഇവർ ആസ്വദിക്കുന്നത്. ഇവർ വളരെ ക്രിയേറ്റീവായ വ്യക്തികളാണ്. പ്രകൃതിയോട് വളരെ ഇണങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഇനി മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ കൂടുതൽ എനർജറ്റിക് ആവുന്ന ആളുകളെയാണ് എക്സ്ട്രോവേർട്സ് എന്ന് പറയുന്നത്. ഈ കൂട്ടർ പുതിയ ആളുകളെ പരിചയപ്പെടാൻ ഇഷ്ടപ്പെടുകയും ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. കൂട്ടായ്മകളിൽ സജീവമായിരിക്കും. സ്വന്തം ആശയങ്ങളെ തുറന്നു പറയാൻ യാതൊരു മടിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചർച്ചകളിലും പൊതുപരിപാടികളിലും ഒക്കെ പങ്കാളികളാകും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് തോന്നൽ ലവലേശമില്ലാത്ത ആളുകളാണ് എന്ന് കരുതി ഒരുപാട് സംസാരിക്കുന്നവരാണെന്ന് അർത്ഥമില്ല. ഇനി ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും മധ്യത്തിലുള്ള ഒരു വ്യക്തിത്വം ആണ് ആംബിവേർട്ട് എന്നത്. ഇവർ ചില സാഹചര്യങ്ങളിൽ വളരെ സോഷ്യൽ ആയിരിക്കുകയും എന്നാൽ മറ്റു ചില സമയങ്ങളിൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. സംസാരിക്കാനും കേൾക്കാനും ഒരുപോലെ കഴിവുള്ളവരാണ് ആംബിവേർട്ട് വ്യക്തിത്വങ്ങൾ. വളരെ ഫ്ലെക്സിബിൾ ആയ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഇവർ വളരെ ബാലൻസ്ഡ് ആയ സമീപനത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളും ആംബിവേർട്ട് സ്വഭാവമുള്ളവരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും സ്വഭാവങ്ങൾ ഒരാളിൽ തന്നെ കാണുന്ന അവസ്ഥയാണ് ഓംനിവേർട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ആംബിവേർട്ടിനെ പോലെ അത്ര ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ല. ഇവര് ചില സമയങ്ങളിൽ വളരെ സോഷ്യലും സംസാരപ്രിയരുമായിരിക്കും. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ സാമൂഹിക ഇടപെടലുകളിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറി ഒറ്റയ്ക്കിരിക്കുന്നതും കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും പീക്കായ അവസ്ഥകൾ മാറി മാറി വരുന്ന ഒരു വ്യക്തിത്വമാണ് ഓംനിവേർട്സ്. ഇവർ ചില ദിവസങ്ങളിൽ വളരെ ആക്റ്റീവായി എല്ലാവരോടും സംസാരിക്കും, പൊതുപരിപാടികളിലൊക്കെ സജീവമാകും, എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകും, തമാശകളൊക്കെ പറയും. എന്നാൽ മറ്റു ദിവസങ്ങളിൽ ഫോൺ എടുക്കാതെ ഒറ്റയ്ക്ക് മാറി ഇരിക്കുന്നത് കാണാം. ഈ വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അന്ന് കണ്ടപ്പോൾ നല്ലപോലെ സംസാരിച്ച ആളാണല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെ എന്ന് തോന്നാം. ഇതിനെ മൂഡ് സ്വിങ്സ് ആയും അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ ആയും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടാം. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ മറ്റുള്ളവരെക്കാട്ടിലും നല്ല കഴിവുള്ള വ്യക്തിത്വങ്ങളാണ് ഓംനിവേർട്സ്. സോഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും ഈ രണ്ട് റോളുകളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുമാണ് ഓംനിവേർട്സ്. ഇനി ഇൻട്രോവേർട്ടിനെ പോലെ തോന്നിക്കുന്ന എന്നാൽ ആളുകളെ ഇഷ്ടപ്പെടുകയും ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാകാൻ ഒരു താല്പര്യവും ഇല്ലാത്ത വ്യക്തികളെ ഓട്രോവേർട്സ് എന്ന് പറയാറുണ്ട്. ഇതൊരു അംഗീകൃത സൈക്കോളജി പേഴ്സണാലിറ്റി ടൈപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭാഗമല്ല. അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ആയ ഡോക്ടർ റാമി കാമിൻസ്കിയുടെ ബുക്കായ ദ ഗിഫ്റ്റ് ഓഫ് നോട്ട് ബിലോങ്ങിങ്ങിലൂടെ പരിചയപ്പെടുത്തിയ ഒരു പേഴ്സണാലിറ്റിയാണ് ഓട്രോവേർട്ട് എന്നത്. കൂട്ടത്തിൽ ഉണ്ടെങ്കിലും താൻ വേറിട്ടൊരാളാണെന്ന തോന്നലുണ്ടാവുകയും തങ്ങളെ ആരും പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും എന്നാൽ മറ്റുള്ളവരുടെ പെരുമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരുമായിരിക്കും ഇവർ. ചുരുക്കത്തിൽ മറ്റുള്ളവരെ പിന്തുടരാതെ സ്വന്തം വഴിയിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു ഓട്രോവേർട്ട് സ്വഭാവം ഉള്ളതായി കണക്കാക്കാം. ഇനി ഇതിൽ ഏറ്റവും നല്ല വ്യക്തിത്വം ഏതാണ്? ഈ 4 വിഭാഗങ്ങളിലും മികച്ചത് എന്നൊന്നില്ല. ഓരോ പേഴ്സണാലിറ്റിക്കും അതിൻ്റെതായ പവർ ഉണ്ട്. വ്യക്തിത്വത്തിന്റെ വ്യത്യാസങ്ങൾ മനുഷ്യരുടെ സ്വാഭാവിക വൈവിധ്യത്തിന്റെ ഭാഗമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായത് നിങ്ങൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക, സ്വന്തം ശക്തികളെ തിരിച്ചറിയുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ഇരിക്കുക. സ്വന്തം വ്യക്തിത്വം മനസ്സിലാക്കുന്നത് ജീവിതത്തെയും ബന്ധങ്ങളെയും കൂടുതൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.